നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. രക്ഷിതാക്കൾക്ക് നൽകിയ വാക്ക് പാലിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷെരീഫ് കുറ്റൂർ കൊടിഞ്ഞി കാളം തിരുത്തി ബദൽ സ്കൂളിന് ശുചിമുറി നിർമ്മിക്കാൻ ഫണ്ട് നൽകാമെന്ന ഉറപ്പാണ് പാലിച്ചത്. രക്ഷിതാക്കൾക്ക് നൽകിയ വാക്ക് പാലിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം കൊടിഞ്ഞി കാളം തിരുത്തി ബദൽ വിദ്യാലയത്തിന് ശുചിമുറി സൗകര്യമൊരുക്കാൻ ഫണ്ട് അനുവദിക്കാമെന്ന വാഗ്ദാനമാണ് ജില്ലാ പഞ്ചായത്ത് അംഗം ഷെരീഫ് കുറ്റൂർ മാസങ്ങൾക്കുള്ളിൽ പാലിച്ചത്. ജില്ലാ പഞ്ചായത്ത് പദ്ധതിയിൽ 15 ലക്ഷം രൂപ പദ്ധതിക്കായി അനുവദിച്ചു. ആവശ്യമെങ്കിൽ ഇനിയും ഫണ്ട് അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. നിലവിൽ 2 ശുചിമുറികളാണ് സ്കൂളിൽ ഉണ്ടായിരുന്നത്. ആവശ്യമായ സൗകര്യങ്ങളോ സുരക്ഷയോ ഇല്ലാത്ത തരത്തിലായിരുന്നു. ഇത് മാറ്റി പുതിയത് നിർമ്മിക്കാനാണ് ഫണ്ട് അനുവദിച്ചത്. പ്രീ പ്രൈമറി മുതൽ 4ാം ക്ലാസ് വരെ 100ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കാളം തിരുത്തി പ്രദേശത്തെ ഏക വിദ്യാലയമാണ് ബദൽ വിദ്യാലയം. എന്നാൽ കഴിഞ്ഞ LDF സർക്കാർ ബദൽ സ്കൂളുകൾ പൂട്ടാൻ തീരുമാനിച്ചപ്പോൾ കാളം തിരുത്തി സ്കൂളും പൂട്ടിയിരുന്നു. എന്നാൽ തൊട്ടടുത്ത് 4 കിലോമീറ്ററിനുള്ളിൽ മറ്റു സ്കൂളുകൾ ഇല്ലാത്തതിനാൽ പ്രദേശത്തെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാൻ സൗകര്യപ്പെട്ടില്ല. തുടർന്ന് PTA പഞ്ചായത്ത് അംഗവും കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അടച്ചുപൂട്ടിയത് കോടതി സ്റ്റേ ചെയ്യുകയും നാട്ടുകാരുടെ സഹായത്തോടെ സ്കൂൾ പ്രവർത്തിച്ചു വരികയുമാണ്. ജലസേചന വകുപ്പ് അനുവദിച്ച 1 ഏക്കർ സ്ഥലത്ത് സ്കൂളിന് സ്വന്തം കെട്ടിടമുണ്ട്. LP സ്കൂളായി ഉയർത്തണമെന്നാണ് ആവശ്യം. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രചാരണ സമയത്ത് കാളം തിരുത്തി പ്രദേശത്ത് എത്തിയപ്പോഴാണ് സ്കൂളിന്റെ ശോചനീയാവസ്ഥ ഷെരീഫ് കുറ്റൂരിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിജയിച്ച ഉടനെ നാട്ടുകാരുടെയും രക്ഷിതാക്കളുടെയും ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗം വിളിച്ചു ചേർത്തിരുന്നു. സ്കൂൾ LP സ്കൂളായി ഉയർത്തണമെന്നതായിരുന്നു യോഗത്തിന്റെ ഒന്നടങ്കം ആവശ്യം. അതിനു മുൻപായി സ്കൂളിൽ ശുചിമുറി ഉൾപ്പെടെ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് അന്ന് ഷെരീഫ് കുറ്റൂർ യോഗത്തിൽ ഉറപ്പു നൽകിയിരുന്നു. ആ ഉറപ്പാണ് ഇപ്പോൾ പാലിച്ചത്. കൂടാതെ കുട്ടികളുടെ പാർക്ക്, പാചകപ്പുര എന്നിവയും അനുവദിക്കുമെന്നും അന്ന് ഉറപ്പു നൽകിയിരുന്നു. ഇതിനും ഫണ്ട് അനുവദിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രിയുമായി PMA സമീർ MLA നേതൃത്വത്തിൽ ചർച്ച നടത്തി സ്കൂൾ LP സ്കൂളായി ഉയർത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് തിരൂരങ്ങാടി ടുഡേ. കാളംതിരുത്തിയിലെ ബദൽ വിദ്യാലയം വിസിറ്റ് ചെയ്തിരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് മുൻകൈയെടുത്ത് അവിടെ നാട്ടുകാരുടെ അതുമായി ബന്ധപ്പെട്ടവരുടെ ഒരു യോഗം വിളിച്ചു കൂട്ടി ഞങ്ങൾ അതിൽ പങ്കെടുത്തിരുന്നു. അപ്പൊ അവിടെ പോയപ്പോഴും ആ മീറ്റിങ്ങിൽ ഇരുന്നപ്പോഴൊക്കെ നമുക്കുണ്ടായ ഒരു വലിയ വേദന. അവിടെ കുട്ടികൾ വളരെ കഷ്ടപ്പെട്ടാണ് ആ കുട്ടികൾ പഠിക്കുന്നത്. ആ വിദ്യാലയത്തോട് അന്നത്തെ ഗവൺമെന്റ് വലിയ അവഗണനയാണ് ചെയ്തത്. ഈ കുട്ടികൾക്ക് ആദ്യം അവിടെ ബന്ധപ്പെട്ടത് അവർക്ക് നല്ല പാചകപ്പുരയില്ല, നല്ല ടോയ്ലറ്റ് ഇല്ല, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, കളിസ്ഥലം പോരാ, അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പൊ ഉടനെ തന്നെ ടോയ്ലറ്റ് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ള നിലക്ക് അവർക്ക് ജില്ലാ പഞ്ചായത്തിൽ പോയി അവിടെ പ്രസിഡന്റൊക്കെ ആയിട്ട് സംസാരിച്ച് അവരും കൂടി താല്പര്യം എടുത്ത് ഒരു ടോയ്ലറ്റ് അവർക്ക് വേണ്ടി അനുവദിച്ചു തന്നു. ആ ടോയ്ലറ്റിന്റെ നിർമ്മാണം എത്രയും വേഗത്തിൽ നടക്കും. 1-2 മാസം കൊണ്ട് അത് പൂർത്തീകരിച്ച് കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ പാചകപ്പുര, അവർക്ക് ചെറിയ കളിസ്ഥലങ്ങൾ, ഇതൊക്കെ പരിഗണനയിലുണ്ട്. എത്രയും വേഗം അവർക്ക് വേണ്ടി സാധ്യമാക്കും. പിന്നെ കാളംതിരുത്തിയിലെ ബദൽ വിദ്യാലയത്തെ കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ഒരു LP സ്കൂൾ അനുവദിക്കണം, അത് നിർബന്ധമാണ്. അതൊരു തുരുത്താണ്. അവിടെ ധാരാളം കുട്ടികളുണ്ട്. ഇപ്പോൾ തന്നെ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളുണ്ട്. സംസ്ഥാനത്ത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിരിക്കുകയാണ്. നല്ലൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുകയാണ്. എത്രയും വേഗം കേരളത്തിന്റെ പുതിയ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ ഞങ്ങൾ കാണും. അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ധരിപ്പിക്കും. അവിടെ LP സ്കൂൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തും. എത്രയും വേഗത്തിൽ തന്നെ ആ ഒരു സ്വപ്ന പദ്ധതിയെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്നാണ് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നത്. ഈ വെഡിംഗ് സീസൺ ആഘോഷമാക്കാം സമ്മാനങ്ങളിലൂടെ. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രസൻസ് ദി വെഡിംഗ് സ്റ്റോറി. ഏപ്രിൽ 5 മുതൽ ജൂൺ 30 വരെ ആമയിൽ നിന്ന് ഗോൾഡ് പർച്ചേസ് ചെയ്യൂ. വിവാഹാഭരണങ്ങൾക്ക് പണിക്കൂലി വെറും 1.9% മുതൽ. തീർന്നില്ല, ഡയമണ്ട് റിംഗ്, റിസോർട്ട് സ്റ്റേ ഫോർ കപ്പിൾ ആൻഡ് ഒരു വെഡിംഗ് പാർട്ടിക്ക് പണിക്കൂലി തിരികെ നൽകുന്നതുമാണ്. വേഗം പോരൂ ചെമ്മാട് ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലേക്ക്. ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.